ഞാനൊരു ഉദാഹരണം പറയാൻ മനസ്സിലാവും. ഇപ്പൊ ഇവിടെ ഗുജറാത്തിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. 47 ഈ രാജ്യം വിഭജിച്ചു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മതവിഭാഗത്തിന് വേണ്ടി ഒരു രാഷ്ട്രം എന്നൊരു സങ്കല്പം വന്നു. അതിനു മുമ്പ് എല്ലാവരും 47 ആഗസ്റ്റ് 14 തീയതി അങ്ങനെ രാഷ്ട്രമുണ്ടായി പാകിസ്ഥാൻ. നമ്മുടെ രാജ്യം വിഭജിച്ചു. ഗാന്ധി പറഞ്ഞു, എന്റെ ശവത്തിൽ ചവിട്ടിയേ നിങ്ങൾക്ക് രാജ്യം വിഭജിക്കാൻ പറ്റുള്ളൂ. കാര്യമുണ്ടായില്ല. ഗാന്ധി നിർഭാഗ്യവശാൽ പിന്നെയും കുറെ മാസം ജീവിച്ചു. 48 ജനുവരി 30 നഥൂറാം ഗോഡ്സെ അദ്ദേഹത്തിന് മോചനം കൊടുക്കുന്നവരെ ഗാന്ധി ജീവിച്ചു. 48 തന്നെ യഹൂദന്മാർക്ക് ഒരു രാഷ്ട്രം വേണം എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിന് വരെ രാഷ്ട്രം ഉണ്ടാവുക. ചരിത്രത്തിൽ നിന്ന് ഒരു പാഠമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അത് ചരിത്രത്തിൽ നിന്ന് നമ്മളൊന്നും പഠിക്കുന്നില്ല എന്നതാണ്. ഇത് ലോകപ്രസിദ്ധമായിരിക്കുമല്ല. ഒന്നും പഠിച്ചു യാതൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കൂല. അത് ഏറ്റുകെട്ട് നിങ്ങൾ പഠിക്കാം, പഠിപ്പിക്കാന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഈ ചരക്ക് അങ്ങനെയാണ്. ഇത് മനുഷ്യൻ എന്ന് പറയും. മനുഷ്യൻ എന്ന് പറയാ ഇതിന് കേട്ടോ. ഇതിന് മൃഗീയത എന്ന് പറയുന്നത് എത്ര വലിയ അന്യായം ആലോചിച്ചു. ഒരു മൃഗവും ഇങ്ങനെ ചെയ്യില്ല. നിന്റെ പേര് രാമൻകുട്ടിയാണ് എന്ന് പറഞ്ഞ ഒരു മൃഗം തന്നെ കുത്തി കൊല്ലും. അല്ലെ നീ മുഹമ്മദ് യൂസുഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളറിയോ? ഇര തേടാനോ ഇണ തേടാനോ വേണ്ടിയല്ലാതെ ഒരു മൃഗവും വേറെ ഒരു മൃഗത്തെയും ആക്രമിക്കുകയില്ല. നിങ്ങൾ നായരാണ് എന്ന കണക്കിൽ, നിങ്ങൾ മുസ്ലിമാണ് എന്ന കണക്കിൽ, നിങ്ങൾ മലയാളിയാണ് എന്ന കണക്കിൽ, നിങ്ങൾ ഇന്ത്യക്കാരനാണ് പാകിസ്ഥാൻകാരനാണ് എന്ന കണക്കിൽ നിങ്ങൾക്ക് ആളുകളെ കൊല്ലാൻ സാധിക്കും. ഇതിൽ വലിയ അത്ഭുതമുണ്ട്. ഒരു പേരിന് വേണ്ടിയായി ചെയ്ത് നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾക്ക് നാരായണൻകുട്ടി എന്നാണ് പേര്, അല്ലെ മമ്മൂട്ടി എന്നാണ്, അല്ലെ ജോസഫ് കുട്ടി എന്നാണ്. അതിനെന്താണ്? ആ പേരായിക്കോട്ടെ, അത് നിങ്ങൾ കൊല്ലണം. എന്ത് അവൻ ജോസഫ് ആയതുകൊണ്ട്? അവൻ ജോസഫ് ആയതിന്, അവൻ ഹുക്കും സിംഗ് ആയതിന് നിങ്ങൾ അവനെ കൊല്ലും. ഇതൊരു തമാശ തോന്നുന്നു. നിങ്ങൾ ചെയ്തത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായി. ഇവിടെ ഞാൻ ഗുജറാത്തിലെ മാത്രം കാര്യം എങ്ങോട്ടോ പറഞ്ഞു. കോഴിക്കോട്ട് ഞാൻ വരുന്ന നഗരത്തിൽ മാറാട് കേട്ടോ, ആ കലാപം നടന്നതിന്റെ 3-ാം ദിവസം ഞാൻ അവിടെ പോയി. ഒരു വീട്ടമ്മ എന്നോട് പറഞ്ഞു, അയാളുടെ സ്ത്രീ നോക്കൂ, മെനയാന്ന് വൈകുന്നേരം എന്റെ മകന്റെ കൂടെ ഞാൻ ആർക്കാണോ ചോറും കറിയും വെച്ച് വിളമ്പിക്കൊടുത്തത് ആ കുട്ടിയാണ് വന്നിട്ട് ഒരു 20 കൊണ്ട് അടിച്ച് ഈ കൈ പൊളിച്ചാണ്. ഇത് ഏത് സമുദായക്കാരൻ ചെയ്തു നിങ്ങൾക്കൊരു സംശയം ഉണ്ടല്ലേ? ഇത് 2 സമുദായക്കാരനും ചെയ്തു. നമ്മുടെ നാട്ടിലെ മുസ്ലിമും അത് ചെയ്തു, ഹിന്ദുവും അത് ചെയ്തു. അപ്പോ ഒരു പേര്, ഒരു വാക്കായത്. ഗ്രീസിലൊരു പഴയ കഥയുണ്ട്. ജനാധിപത്യം തുടങ്ങുന്ന കാലത്ത് സെനറ്റർ സിന്ന ഒരു അന്യായം കാണിച്ചു. അവനെ പിടികൂടാൻ വേണ്ടി ജനങ്ങൾ പോവാണ്. എല്ലാവരും ആർത്തു പിടിച്ചു. അവന് അഴിമതിക്കാരൻ. അവന് കെജ്രിവാളിന്റെ പഴയ രൂപമായിരുന്നു. അവര് ആർത്ത് പിടിച്ചു പോകുമ്പോൾ ഒരുത്തും പറഞ്ഞാൽ അതാ സിന്ന അതാ പോകുന്നു. അവരയാളെ വളഞ്ഞിട്ട് പിടിച്ചു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ സിന്നെ അന്വേഷിച്ച് വരികയാണ്. ഏത് സിന്ന? സിന്ന ദ സെനറ്റർ. അയാൾ പറഞ്ഞു, ഞാൻ സെനറ്റർ സിന്നയല്ല, ഞാൻ കവിയായ സിന്നയാണ്. അത് ലോകപ്രസിദ്ധമായ ചരിത്രപ്രസിദ്ധമായ ഒരു വാക്യമാണ്. ഐ എം നോട്ട് സിന്ന ദ സെനറ്റർ, ഐ എം സിന്ന ദ പോയറ്റ്. ജനങ്ങൾ എന്ത് പറയുന്നറിയോ? then kill him for the name. നിങ്ങൾ ചിരിച്ചൂലേ? ചിരിക്കാൻ നിങ്ങൾക്ക് എനിക്കൊരു അവകാശം. നിങ്ങൾക്കറിയാം ഈ നരോഡിയ പാർട്ടി എന്നല്ലേ സ്ഥലത്തിന്റെ നറോഡ. മലബാർ കലാപകാലത്ത്, മാറാട് കലാപകാലത്ത് ഇന്ത്യൻ വിഭജനം നടന്നപ്പോ നമ്മൾ മുഴുവൻ ആളുകളെയും കൊന്നതും വെട്ടിയതൊക്കെ ഈ ഒരു വാക്കിന്റെ പേരിലാണ്. ഒരു
ഒരു പേര് എന്ന് പറഞ്ഞൊരു വാക്കാണ്, വേറൊന്നുമല്ല അത്. അയാൾ ഏത് ഭാഷയിലാണ് ഈശ്വരനെ വിളിച്ചത്? അയാൾ ഏത് ഭാഷയിലാണ് വീട് കുടിയിരിക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്തത്? അയാളുടെ മകളുടെയോ മകന്റെയോ കല്യാണത്തിന് ഏത് ഭാഷയിലാണ് പ്രാർത്ഥന ഉരുവിട്ടത്? അയാളെ അടക്കുമ്പോൾ ഏത് ഭാഷയിൽ അയാൾ വിശ്വസിക്കുന്ന ഈശ്വരനോട് പറഞ്ഞു? ഇത്രയേ ഉള്ളൂ നിങ്ങളും ഒരു വ്യത്യാസം. നിങ്ങൾ ഒരേമാതിരി ഊണ് കഴിച്ചു, ഒരേമാതിരി കളി കണ്ടു, ഒരേമാതിരി ബസ്സിൽ യാത്ര ചെയ്തു, ബാക്കിയൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഈ 3-4 കാര്യങ്ങളാണ്. നമ്മള് മലയാളികൾ എന്നേക്കുമായിട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുള്ള ഭാഷയുടെ വ്യത്യാസം മതത്തിലോ ജാതിയിലോ ഒരിക്കലും നമ്മൾ പ്രകടിപ്പിച്ചില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞാൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോ അവിടെ വഴിയിൽ ചെറുപ്പക്കാരനെ കണ്ടു. അപ്പൊ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അയാളുടെ പേരെന്താണ്? അക്ബർ എന്നാണ് പേര്. അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്യൂണാണ് അയാൾ, ആം ആദ്മി. ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു. ശ്രീശ്രീ എന്ന് പറയുന്ന അവരുടെ പ്രസിദ്ധനായ കവിയുണ്ട്. ആ കവിയുടെ ഒരു കവിത ഞാനും എന്റെ സുഹൃത്ത് തെലുങ്കൻ ചന്ദ്രശേഖരനോട് പരിഭാഷപ്പെടുന്ന പണിയില്ലേ. അപ്പൊ ഞാൻ വെറുതെ അതിലൊരു വാക്കിനെ പറ്റി ഇങ്ങനെ ചോദിക്കേ. അപ്പൊ ശ്രീശ്രീ ഇയാൾ കേട്ടില്ല. ഞാൻ ആകെ അമ്പരുന്നു. ഞാൻ പറഞ്ഞു, ശ്രീശ്രീയെ കേൾക്കാതെ നിങ്ങൾ എങ്ങനെ ഡിഗ്രി പാസ്സായിരുന്നു? ഡിഗ്രി പാസ്സാതെ എങ്ങനെ ഇവിടെ ജോലി കിട്ടുന്നു? അപ്പൊ നോക്കുമ്പോൾ അയാൾ തെലുങ്ക് പഠിച്ചിട്ടില്ല. തെലുങ്ക് പഠിക്കാതെ ഹൈദരാബാദിൽ ജനിച്ചു വളർന്ന ഒരാൾ എങ്ങനെ ഡിഗ്രി പാസ്സാവും? അപ്പൊ അയാളോട് ഞാൻ ഉറുദു സ്കൂളിലാണ് പഠിച്ചത്. അയാൾക്ക് തെലുങ്ക് എഴുതാനും വായിക്കാനും അറിയില്ല. തെലുങ്ക് കേട്ടാൽ മനസ്സിലാവും, പറയാൻ സാധിക്കും, കഴിഞ്ഞു. അയാൾ ഹൈദരാബാദിയാണ്. ഇത് വളരെ കൊല്ലം മുമ്പ്. ഞാൻ അപ്പോഴാണ് അമ്പരുന്നത്. ക്രിസ്ത്യാനിയാണ് എന്ന് വെച്ചാൽ നാഗാലാൻഡിൽ അവന്റെ മാതൃഭാഷ ഇംഗ്ലീഷാണെന്ന് അവർ പറയും. കന്നഡത്തിന്റെ മിക്ക ഭാഗങ്ങളിലും തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിലും തെലുങ്കിലും ബോംബെയിലും യുപിയിലും ഒക്കെ മാതൃഭാഷ ഉറുദു ആണ് എന്ന് പറയും. അവർ മുസ്ലിങ്ങളാണ്. കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എഴുത്തച്ഛൻ ഓരോ മലയാളിയുടെയും പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. കഥകളി നമ്മുടെ എല്ലാവരുടെയും പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. കൂത്ത് അങ്ങനെയാണ്, മാപ്പിളപ്പാട്ട് അങ്ങനെയാണ്, ചവിട്ടുനാടകം അങ്ങനെയാണ്, മാവേലി നമ്മുടെ ഒക്കെ മിത്തിലും സ്വപ്നങ്ങളിലും പാട്ടുകളിലും ഉള്ള ഒന്നാണ്. നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചു, ഒരേ ഗുരുനാഥന്മാരുടെ കീഴിൽ നമ്മൾ പഠിച്ചു, നമ്മൾ ഒരേ നാടകത്തിൽ നമ്മൾ ഒന്നിച്ച് അഭിനയിച്ചു, ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് 10ാം തരവും 12ഉം ഒക്കെ കഴിഞ്ഞ് കോളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഭൂതകാലം സമാനമാണ്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് മലയാളമാണ് എന്ന് നമ്മൾ മറന്നുപോയി. നമ്മൾ മലയാളം ഉണ്ടാക്കുകയല്ല, മലയാളം നമ്മളെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോ അവിടുത്തെ സമാധാനത്തിന്, അവിടുത്തെ രാഷ്ട്രീയത്തിന്, അവിടുത്തെ വിദ്യാഭ്യാസ പ്രബുദ്ധതയ്ക്ക്, അവിടുത്തെ കച്ചവടത്തിന്, അവിടുത്തെ മതേതരത്വത്തിന് നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഈ ഭാഷ.